നമസ്കാരം. വൈസ് പ്രസിഡന്റിനെ പുറത്താക്കി ട്രംപ്. ഇറാനെ മെരുക്കാൻ ട്രംപിന്റെ പുതിയ തന്ത്രം. എന്തുകൊണ്ട് അമേരിക്കൻ വൈസ് പ്രസിഡന്റിനെ ട്രംപ് പുറത്താക്കി? എന്തുകൊണ്ട് വാൻസിനെ ഒഴിവാക്കി? ഇതൊരു വലിയ ചർച്ചയാകും. ട്രംപിന്റെ മനസ്സറിയുന്ന പ്രതിനിധികളിലൂടെ മാത്രമേ ചർച്ചകൾ ഫലപ്രദമാകൂ എന്ന ഇറാൻ നിലപാടിന് മുന്നിൽ വാൻസിനെ മാറ്റുകയല്ലാതെ മറ്റ് വഴികളില്ലായിരുന്നു ട്രംപിന് എന്നാണ് റിപ്പോർട്ട്. അമേരിക്കൻ രാഷ്ട്രീയത്തിലെ രണ്ടാമനായിട്ടുള്ള വൈസ് പ്രസിഡന്റ് ഇനി സമാധാന ചർച്ചകളിൽ വെറും കാഴ്ചക്കാരൻ മാത്രമാകും. ഇറാൻ നേരിട്ട് സംഭാഷണത്തിന് താല്പര്യം പ്രകടിപ്പിച്ച സാഹചര്യത്തിൽ തന്റെ മരുമകൻ ജാറെദ് കുഷ്നറിന്റെ അവനെ ദൗത്യമേൽപ്പിച്ച് തടിയുരുകയാണ് ട്രംപിസം. ഇറാൻ സമാധാന ചർച്ചകളുടെ ആദ്യഘട്ടത്തിൽ നയതന്ത്ര വിജയം നേടാൻ കഴിയാതെ മടങ്ങിയ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസിനെ നിർണായകമായിട്ടുള്ള രണ്ടാം ഘട്ടത്തിൽ നിന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒഴിവാക്കിയത് ഇറാന്റെ സമ്മർദ്ദത്തിലാണ്. പാകിസ്ഥാൻ തലസ്ഥാനമായിട്ടുള്ള ഇസ്ലാമാബാദിൽ ഇന്ന് നടക്കുന്ന ചർച്ചകൾക്കായിട്ട് ട്രംപിന്റെ വിശ്വസ്തരായിട്ടുള്ള പ്രത്യേക പ്രതിനിധികൾ ജാറെദ് കുഷ്നറും സ്റ്റീവ് വിറ്റ്കോഫും നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. ഇതോടെ അമേരിക്കൻ രാഷ്ട്രീയത്തിലെ രണ്ടാമനായിട്ടുള്ള വാൻസ് സമാധാന ചർച്ചകളിൽ വെറും കാഴ്ചക്കാരനായിട്ട് മാറുകയാണ്. കഴിഞ്ഞ ഏപ്രിൽ 12 ഇസ്ലാമാബാദിൽ നടന്ന ചർച്ച വാൻസിന്റെ വൈസ് പ്രസിഡന്റ് പദവിയിലെ ആദ്യത്തെ അഗ്നിപരീക്ഷയായിരുന്നു. എന്നാൽ ആഴ്ചകളോളം തയ്യാറെടുപ്പ് നടത്തിയിട്ടും ഇറാൻ പ്രതിനിധികളുമായിട്ട് ഒരു ധാരണയിലെത്താൻ വാൻസിന് സാധിച്ചില്ല എന്നതാണ്. വെറും കൈയോടെ വാൻസ് ഇസ്ലാമാബാദിൽ നിന്ന് മടങ്ങിയത് ട്രംപ് ഭരണകൂടത്തിന് വലിയ രാഷ്ട്രീയ ക്ഷീണമുണ്ടാക്കി. ഇതിനു പുറമെ വാൻസുമായി നേരിട്ടുള്ള ചർച്ചകൾക്ക് താല്പര്യമില്ല എന്നും പകരം ട്രംപുമായി അടുത്ത് ബന്ധമുള്ളവരുമായി സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്നും ഇറാൻ വ്യക്തമാക്കിയതോടുകൂടി വാൻസിന് തിരിച്ചടിയാകുന്നു. ഇറാൻ നേരിട്ട് സംഭാഷണത്തിന് താല്പര്യം പ്രകടിപ്പിച്ച സാഹചര്യത്തിലാണ് ട്രംപ് തന്റെ മരുമകൻ ജാറെദ് കുഷ്നറെ ദൗത്യമേൽപ്പിക്കുന്നത്. ട്രംപിന്റെ മനസ്സറിയുന്ന പ്രതിനിധികളിലൂടെ മാത്രമേ ചർച്ചകൾ ഫലപ്രദമാകൂ എന്ന ഇറാൻ നിലപാടിന് മുന്നിൽ വാൻസിനെ മാറ്റുകയല്ലാതെ ട്രംപിന് മറ്റു വഴികളില്ലായിരുന്നു. പ്രസിഡന്റ് ആവശ്യപ്പെട്ടതനുസരിച്ച് ഇറാൻ ചർച്ചകൾക്ക് സന്നദ്ധത അറിയിച്ചു. അവർക്ക് പറയുവാനുള്ളത് കേൾക്കാൻ കുഷ്നറെയും വിറ്റ്കോഫിനെയും അങ്ങോട്ട് അയക്കുന്നു. ഇതാണ് വൈറ്റ് ഹൗസ് വക്താവ് കരോലിൻ ലിവിറ്റ് വ്യക്തമാക്കിയത്. ഇസ്ലാമാബാദിൽ നിന്ന് നടക്കുന്ന ലോകം ഉറ്റുനോക്കുന്ന ചർച്ചകളാണ്. ഇറാൻ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അറഗാച്ചിയും സംഘവും നഗരത്തിലെത്തിക്കഴിഞ്ഞു. പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള ഇഷാഖ് ദാർ, സൈനിക മേധാവിയായിട്ടുള്ള ഫീൽഡ് മാർഷൽ അസീം മുനീർ എന്നിവരുമായിട്ട് അദ്ദേഹം ചർച്ച നടത്തുകയും ചെയ്തു. പാകിസ്ഥാൻ ഒരുക്കുന്ന ഈ സമാധാന വേദിയെ നയതന്ത്ര ലോകം സൂപ്പർ സാറ്റർഡേ എന്ന രീതിയിലാണ് വിശേഷിപ്പിക്കുന്നത്. അമേരിക്കയുമായി ചർച്ച ചെയ്യാൻ ഇറാൻ മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങൾ പാകിസ്ഥാൻ മധ്യസ്ഥർ വഴി വാഷിംഗ്ടണിലെത്തും. ചർച്ചകൾ പുരോഗമിക്കുമ്പോഴും മേഖലയിൽ യുദ്ധാന്തരീക്ഷത്തിന് അയവില്ല എന്ന് പറയട്ടെ. ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ കപ്പലുകളെ പിടിച്ചെടുത്തതിന് പിന്നാലെ ഇറാന്റെ ചെറുകിട ബോട്ടുകളെ കണ്ടാലുടൻ വെടിവെച്ച് വീഴ്ത്തുവാൻ ട്രംപ് ഉത്തരവിട്ടിരുന്നു. ഉപരോധം ശക്തമാക്കാൻ മൂന്നാമതൊരു വിമാനവാഹിനി കപ്പൽ കൂടി അമേരിക്ക അയച്ചിരിക്കും. ഒന്നും അകത്തേക്ക് കടക്കില്ല, ഒന്നും പുറത്തേക്ക് പോകില്ല എന്ന പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സന്റെ പ്രസ്താവന എന്ന് പറയപ്പെടുന്നത് ചർച്ചകൾക്ക് മേൽ കരിനിഴൽ വീഴ്ത്തുകയാണ്. പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖമേനിയുടെ മരണത്തിന് ശേഷം ഇറാനിൽ ആരു ഭരിക്കുന്നു എന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല എന്നും തങ്ങൾ ഒറ്റക്കെട്ടാണ് എന്ന് പ്രസിഡന്റ് പെസഷ്കിയാൻ അവകാശപ്പെടുമ്പോഴും ഭരണകൂടത്തിനകത്ത് വലിയ പോരാട്ടങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ള സൂചനകൾ ഇറാനിൽ നിന്ന് വരുന്നു. അപ്പോൾ ഈ പ്രതിസന്ധികൾക്കിടയിലാണ് അരാഗ്ജി ഈ പറയുന്ന പാകിസ്ഥാനിൽ ഇസ്ലാമാബാദിലൊക്കെ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് സമാധാന ചർച്ചകൾക്കായിരുന്നു. സമാധാനത്തിലുള്ള അവസാന ശ്രമമായിട്ട് ഇസ്ലാമാബാദ് ചർച്ചകളെ കാണുമ്പോൾ JD വാൻസിന്റെ രാഷ്ട്രീയ ഭാവിക്ക് ഈ മാറ്റി നിർത്തൽ അല്ലെങ്കിൽ ഈ പുറത്താക്കൽ അല്ലെങ്കിൽ ഈ വഴിയിൽ ഉപേക്ഷിക്കൽ എന്ന് പറയപ്പെടുന്നത് വലിയൊരു ചോദ്യചിഹ്നമായി മാറുകയാണ് എന്നതാണ്. നഷ്ടം JD വാൻസിന് മാത്രമാണ്. പാകിസ്ഥാൻ മണ്ണിൽ നിന്ന് ഇന്ന് നടക്കുന്ന ചർച്ചകൾ പശ്ചിമേഷ്യയുടെ മാത്രമല്ല വരാനിരിക്കുന്ന ആഗോള രാഷ്ട്രീയത്തിന്റെ അടക്കം ഗതിവിഗതികളെ നിർണ്ണയിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇവിടെ രാഷ്ട്രീയത്തിൽ ലോകഭൂപടത്തിൽ ഇറാന്റെ സ്ഥാനം എന്താണ് എന്ന് തീരുമാനിക്കുന്ന ഒരു ചർച്ച കൂടിയാകും ഇത് എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. അതേസമയം വാൻസിന്റെ രാഷ്ട്രീയ ഭാവി ഇനി എന്ത് എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. വൈസ് പ്രസിഡന്റിനെ പുറത്താക്കുന്ന ട്രംപ് ഇറാനെ മെരുക്കുവാനുള്ള ഒരു തന്ത്രം മാത്രമായിട്ടാണ് ട്രംപ് ഇത് പറയുന്നത് എങ്കിലും പക്ഷേ വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇനി അമേരിക്കയിൽ രാഷ്ട്രീയ ഭാവിയില്ലാത്തൊരു നേതാവായി തീരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല.